മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അധികം വേട്ടയാടപ്പെടുകയും വെല്ലുവിളികൾ നേരിടുകയും ചെയ്ത സമയമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണം. തനിക്കെതിരെ സംസാരിച്ചവരെയും തനിക്ക് വേണ്ടി സംസാരിക്കാത്തവർക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായി നിലപാടെടുത്തു. ഈ കാലയളവിൽ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക മുമ്പെങ്ങുമില്ലാത്ത വിധം അധപ്പതിക്കുകയും ചെയ്തു. റിപ്പോർട്ട് കാണാം. ഇതോടെ ഇലക്ഷൻ ഇന്ത്യ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്കു വെളിപ്പെടുത്തിയ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ BBC എന്ന മാധ്യമ സ്ഥാപനം വലിയ രീതിയിൽ നിരീക്ഷണ വലയ്ക്കകത്ത് അകപ്പെട്ടു. ദില്ലിയിലും മുംബൈയിലും BBCയുടെ ഓഫീസുകളിൽ ആദായ നികുതി പരിശോധന നടത്തി. ഇതിന് പിന്നാലെ നേരിട്ടുള്ള സംപ്രേഷണം BBC ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും കണ്ണിലെ കരടായി മാറിയ മറ്റൊരു മാധ്യമ സ്ഥാപനമാണ് ദ വയർ. ഭീഷണിപ്പെടുത്തി നിശബ്ദമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ നിയമപരമായി ഈ മാധ്യമ സ്ഥാപനം നേരിട്ടു. BJPയുടെ മുതിർന്ന നേതാക്കളെക്കുറിച്ചും അവരുടെ വഴിവിട്ട മാധ്യമ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകളായിരുന്നു വയറിനെതിരെ തിരിയാനുള്ള കാരണം. ശ്രീനഗർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കശ്മീർ വാല എന്ന മാധ്യമ സ്ഥാപനത്തിന് 2023 ഓഗസ്റ്റ് 23 മുതൽ രാജ്യത്ത് വിലക്കേർപ്പെടുത്തി. ജമ്മു കശ്മീർ പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗം സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളെല്ലാം കണ്ടുകെട്ടി. നരേന്ദ്രമോദി ഏറ്റെടുത്ത ഗ്രാമത്തിലെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചതിനാണ് ദി സ്ക്രോൾ എന്ന മാധ്യമ ഭവനത്തിനെതിരെ വാരാണസിയിലെ ജില്ലാ ഭരണകൂടം നിയമ നടപടിയെടുത്തത്. ന്യൂസ് ലോണ്ടറി, ദൈനിക് ഭാസ്കർ, ഭാരത് സമാചാർ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ നരേന്ദ്രമോദിയുടെ അപ്രീതിക്ക് കാരണമായി. ഉത്തർപ്രദേശിൽ ഹത്രാസിൽ ദളിത് പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ സിദ്ദിഖ് കാപ്പൻ എന്ന മലയാളി മാധ്യമപ്രവർത്തകനെ BJP സർക്കാർ തുറങ്കിലടച്ചു. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങളുമായി എത്തുന്ന മാധ്യമപ്രവർത്തകരോട് മോദി പറയുന്നത് കണ്ടിട്ടുണ്ടാകും. എന്നാൽ തനിക്കെതിരെയുള്ള വാർത്തകളെയും സംവാദങ്ങളെയും അടിച്ചമർത്താൻ മോദി തെരഞ്ഞെടുത്ത വഴി ഏകാധിപതിയുടേതാണെന്നത് പകൽ പോലെ വ്യക്തം. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.